ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് ഒരു സ്പ്രെഡ് എടുത്ത് നോക്കാം. നിങ്ങളുടെ ബ്ലോക്കേജസ്, അതായത് നിങ്ങളുടെ സക്സസ്സിന് മുന്നിൽ നിങ്ങൾ അറിയാതെ ഇരിക്കുന്ന ചില ബ്ലോക്കേജസ് ഉണ്ടാവും. സോ അതെന്താണെന്നുള്ളതാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ആൻഡ് ചില ബ്ലോക്കേജസ് ഒക്കെ നമുക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ നമ്മൾക്ക് ഹിഡൻ ആയിട്ടുള്ള ചില ബ്ലോക്കേജസ് ആണ് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മളുടെ ബ്ലോക്കേജ് ആണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല. ചില സീക്രട്സ് ആയിരിക്കും അത്. അപ്പോൾ ആ ഒരു സീക്രട്സ് നമുക്കിന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്കൊരു 7 കാർഡ് സ്പ്രെഡ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഒരു 7 ക്വസ്റ്റ്യൻ ടാരോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് നിങ്ങളുടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ റീഡിങ് കാണുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു റീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്ട് ചെയ്യാനുള്ള സമയമായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ബ്ലോക്കേജ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സമയമായി. കാരണം നിങ്ങൾ സാധാരണ രീതിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ ആ ഒരു ബ്ലോക്കേജ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ സീക്രട്ട് ബ്ലോക്കേജസ്, നിങ്ങളുടെ സക്സസിനെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു സീക്രട്ട് എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനായിട്ട് അവരുടെ ഇപ്പോഴത്തെ ബ്ലോക്കേജ് എന്താണ്, അവരുടെ സക്സസിനെ തടസ്സപ്പെടുത്തുന്ന ആ ഒരു സീക്രട്ട് ബ്ലോക്കേജ് എന്താണ്, അവരുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അവരറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലുണ്ടാവുന്ന തടസ്സങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ തടസ്സങ്ങളുണ്ടെന്ന് അവർക്കൊരു സംശയം ഉണ്ടാവും. അതെന്തൊക്കെയാണ്, എന്താണ് അവരെ സീക്രട്ടായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം, അവരുടെ ലൈഫിനെ ഈ ഒരു ബ്ലോക്കേജ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരിത് റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരിതിലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, എന്താണ് യൂണിവേഴ്സിന് അവരോട് പറയാനുള്ള ഗൈഡൻസ്, അവർ ഈ ഒരു ബ്ലോക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. സോ നമുക്ക് ഒരു സ്പ്രെഡ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, നിങ്ങളുടെ സക്സസ്സുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ദിസ് കാർഡ് നമ്പർ 1. എന്താണ് ഇപ്പോൾ നിങ്ങളെ കോൺഷ്യസ്ലി, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുന്ന ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പോൾ സെക്കൻഡ് കാർഡ്, എന്താണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു ഹിഡൻ എനർജി, ആ ഒരു ഹിഡൻ എനർജി എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ്, ആ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരു ബ്ലോക്കേജസ് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ ഒരു ബ്ലോക്ക്, ഇനി ഇതെങ്ങനെയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. കാർഡ് നമ്പർ 5, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് എന്താണ്, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് എന്താണ്. ആൻഡ് നിങ്ങൾ ബ്ലോക്ക് ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണ്. അപ്പം നമ്മൾ ഒരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് ഫസ്റ്റ് കാർഡ്. ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയുന്ന ഒരു ബ്ലോക്കേജസ് എന്താണ് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ഒരു സീക്രട്ട് ബ്ലോക്ക് എന്താണെന്നുള്ളതാണ്. ഈ ബ്ലോക്കേജസ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എന്താണിപ്പോൾ റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് ലൈഫിൽ, ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്. ആൻഡ് ഈ ഒരു ബ്ലോക്കേജസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്താണ്. സോ നമ്മളൊരു 7 കാർഡ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ ഒരു സ്പ്രെഡിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ഉം, നിങ്ങളുടെ ലൈഫിൽ സക്സസ് ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ലക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ബാഡ് ലക്കുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടോ ഒന്നും അല്ല. നിങ്ങളുടെ മാനസികമായിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ, ചില പേടികൾ, ചില പ്രഷേഴ്സ്, നിങ്ങൾക്ക് മെൻ്റലി എന്തെങ്കിലും ഭയങ്കര സ്ട്രെസ്സോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നത് 9 ഓഫ് വോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 9 ഓഫ് വോൺസ് നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, കുറേ ഫൈറ്റ് ചെയ്ത് തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിച്ച് കടന്നു വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതിൻ്റെതായിട്ടുള്ള ചില ഓർമ്മകളും മുറിപ്പെടുത്തലുകളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കാണും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇനി മുന്നോട്ട് പോവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തും പ്രതീക്ഷിച്ച് നേരിടാൻ ഒറ്റയ്ക്ക് ഇനി നിന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് ടയേർഡായി, കുറേ കാര്യങ്ങൾ ചെയ്ത് കുറച്ച് ടയേർഡായി. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ഫിനിഷ് ലൈൻ വളരെ അടുത്താണ്. നിങ്ങൾ ഏകദേശമൊക്കെ ഓടി എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിനിഷ് ലൈനിൽ നിങ്ങൾ എത്തും. പക്ഷെ ഇവിടെ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാനുള്ള ചെറിയ ഒരു ചിന്തയാണ്. നിങ്ങൾക്കത് മടുത്തു, അല്ലെങ്കിൽ എനിക്കിത് ഇത് മതി, ഞാൻ മടുത്തു എന്നൊക്കെ നിങ്ങൾ ഏകദേശം മനസ്സിലൊക്കെ അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. കാരണം നിങ്ങൾ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് കുറേ ബുദ്ധിമുട്ടുകൾ, കുറേ ലൈഫിൽ ഇപ്പോൾ ബിസിനസ് ആണെങ്കിൽ കൂടി കുറേ തോൽവികൾ, കുറേ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങൾ ലൈഫ് ഒന്ന് നേരെയാക്കാൻ ശ്രമിക്കും, നിങ്ങൾ താഴേക്ക് വീഴും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചു. കുറേ ആൾക്കാരിൽ നിന്ന് കുറേ ചതിയും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ തന്നെ ഒരു ഡൗട്ട് ചെയ്യുന്ന ഒരു എനർജി, അത് നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമില്ലാത്തതുപോലെ, ഞാൻ കുറേ ശ്രമിച്ചു ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നിങ്ങളിവിടെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയല്ല, നിങ്ങൾ മടുത്തു, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഏകദേശം ഒരു 1 or 2 സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിനിഷ് ലൈനിലെത്തും. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പം നിങ്ങൾക്കുള്ളത്. ആൻഡ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെറിയ ബ്ലോക്കേജസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ചില കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു പാഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷനൊക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പാഷനോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ പുറകോട്ട് ചെറുതായിട്ട് നിങ്ങളെ വലിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഒരു പുതിയ ജോലിയായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും ഡ്രീം ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. അത് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ആക്ട് ചെയ്യുന്നില്ല, അത് ചെയ്ത് തുടങ്ങുന്നില്ല. ഇതുവരേക്കും നിങ്ങളത് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ പേടിയോ നിങ്ങളുടെ ഡൗട്ടൊക്കെ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ഇംപെർഫെക്റ്റ് ആയിട്ടെങ്കിലും തുടങ്ങുക. അതായത് നിങ്ങളെല്ലാം പെർഫെക്റ്റ് ആവുന്നതിന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. മേ ബി അതായിരിക്കും നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു ഇതുവരെയുള്ള തോൽവിയെല്ലാം മറികടക്കാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് എന്താണ് നിങ്ങളെ സീക്രട്ട് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതൊരു മേജർ അർക്കാന കാർഡാണ്. ആൻഡ് ഒരു മജീഷ്യൻ, അതായത് നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ കഴിവുള്ള ആളാണ്, പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതാണ് നിങ്ങളുടെ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെയധികം മാനിഫെസ്റ്റേഷൻ പവർ ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കുറേ സ്കിൽസ്, നിങ്ങൾക്ക് കുറേ കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഴിവ്, മാനിഫെസ്റ്റേഷൻ പവറുകൾ, ഇപ്പം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള റേറ്റ് വളരെ കൂടുതലുള്ള വ്യക്തിയാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരെ അങ്ങോട്ടങ്ങ് വിശ്വാസമില്ല. അവരുടെ കഴിവിൽ, അവരുടെ ആ ഒരു പവറിൽ അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഇന്നർ മാജിക്കൽ, അവരുടെ ഉള്ളിൽ അതിൻ്റെ ഒരു കഴിവുണ്ട്. അവർക്ക് എന്തും നേടാനുള്ള മാനിഫെസ്റ്റേഷൻ പവർ ഇരിക്കെ അവർ പുറത്തുനിന്ന് സഹായവും നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും.
അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഹിഡൻ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ഡൗട്ട് ആണ്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ഹൈലി മാനിഫെസ്റ്റേഷൻ സ്കില്ലുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവറുള്ള ഒരു മാജിക്കൽ പവറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് നിങ്ങളുടെ ഹിഡൻ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബ്ലോക്കേജസ് ഇപ്പം നിങ്ങളെ ലൈഫിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് 10 ഓഫ് വോൺസ് ആണ്. ഓക്കെ, ഈ 10 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ അതായത് ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് കുറേ സ്ട്രെസ്സും കുറേ വേദനകളും എന്തൊക്കെയോ കുറേ പ്രഷറും എല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് ഇപ്പം ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നും അല്ലെങ്കിൽ പോലും കൊണ്ടു നടക്കുന്ന ഒരു കുറേ ബേർഡൻ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. കുറേ ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവനവൻ്റെ കാര്യങ്ങളെ മേ ബി ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ലൈഫ് ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കുറേ ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് മടുത്തു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പറ്റുന്നില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഓവർ വർക്കാണ് ചെയ്യുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ സന്തോഷത്തെയൊക്കെ ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ അൺനെസസറി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഈ വേണ്ടാത്ത കുറേ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് നിങ്ങൾ തലേ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ ഈ ഭാരം ഒന്ന് നിങ്ങൾ കുറയ്ക്കുക. നിങ്ങൾ കുറച്ച് ലോഡൊക്കെ ഇറക്കി താഴെ വയ്ക്കുക. അപ്പം നിങ്ങളുടെ കുറച്ച് ഭാരമൊക്കെ ഒന്ന് കുറയണം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതായത് നിങ്ങൾ കുറേ ഇന്നർ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അത് പക്ഷെ മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. നിങ്ങളുടെ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലായിരിക്കും. നിങ്ങൾ ഒന്നിനെ ഫോഴ്സ് ചെയ്യണ്ട. അതങ്ങനെ തന്നെ ഇപ്പം എന്താണ് കാര്യങ്ങളുള്ളത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശാന്തരായിട്ടിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇന്നർ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്തിനേയും കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ അതിലേക്ക് നിങ്ങളുടെ എനർജിയെ കൂടി കൊടുക്കണം. നിങ്ങൾ കാമായിട്ടിരിക്കാൻ മാക്സിമം നോക്കണം. നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾ മാക്സിമം നോക്കണം. നിങ്ങളുടെ ഈ ഒരു ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കുറേ പ്രഷർ ചെയ്ത് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കുറേ ക്ഷമയോടെ ഇരിക്കേണ്ട വ്യക്തിയാണ്. അപ്പോഴാണ് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയൊരു കാർഡാണ്. അതായത് യൂണിവേഴ്സ് പറയുന്നത് ഈ സന്തോഷവും അതുപോലെ നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഈ ഫുൾഫിൽമെൻ്റ് ഉണ്ടല്ലോ, അതായത് മാനസികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം ലൈഫിൽ വരാൻ പോകുന്നൊരു വ്യക്തിയാണ്. ഹാർമണി, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വളരെ സമാധാനവും ഒരു ഇമോഷണൽ ബാലൻസും സന്തോഷവും സമൃദ്ധിയൊക്കെ അനുഭവിക്കാൻ പോകുന്ന മാനസികമായിട്ട് പ്രധാനമായിട്ട് നിങ്ങൾ മെൻ്റൽ പീസ്, മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക, നിങ്ങൾ ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരിക എന്നൊക്കെയാണ്. ഇനി നിങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ ജേർണിയിൽ നിങ്ങളുടെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇമോഷണലി പീസ്ഫുൾ ആയിട്ടിരിക്കുക, സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സക്സസ് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ ഈ ബ്ലോക്കേജസ്, അതായത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓവർകം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അൾട്ടിമേറ്റ് സക്സസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു അൾട്ടിമേറ്റ് സക്സസ് ആയിരിക്കും. നിങ്ങൾക്ക് കാർഡ് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു അൾട്ടിമേറ്റ് സക്സസ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് നല്ല ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല സ്റ്റെബിലിറ്റി. ഇപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ലോങ് ടേം അബണ്ടൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ നമുക്ക് കാണാം അല്ലെ, ഫാമിലി സമൃദ്ധി എല്ലാം ഉണ്ട്. അപ്പം ഒരു ലോങ് ടേം അബണ്ടൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഫാമിലി പ്രോസ്പെരിറ്റി ആയിരിക്കും ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ബ്ലോക്സ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങളുടെ എന്താ പറയുക, ജീവിതത്തിൽ ഇങ്ങനെ ലാസ്റ്റിംഗ് ആയിട്ടുള്ള സക്സസ്, അതായത് തുടർച്ചയായിട്ട് ഇങ്ങനെ സക്സസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഇമോഷണലി നന്നായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ വിശ്വസിക്കുക. ആൻഡ് ഈ അൺനെസസറി ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ഓവറായിട്ട് നിങ്ങൾ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബേർഡൻസ് എല്ലാം ഒഴിവാക്കുക. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജീവിതം നയിക്കുക. നിങ്ങളെ പ്രോസ്പെറസ് ലൈഫ്, അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓവറോൾ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് പുറത്തും നല്ല ബ്ലോക്ക്, ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബ്ലോക്കാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയണം. നിങ്ങൾക്ക് അത്രയും മാനിഫെസ്റ്റേഷൻ സ്കില്ലുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അത് മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ഓവർ ബേർഡൻ എടുത്ത് കളയുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തത, നിങ്ങളുടെ ആ കാംനെസ്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ ഉറപ്പായിട്ട് ഒരു നല്ല ഒരു മാനസികമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പും അതുപോലെ നല്ല സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയും നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കമൻറ്റുകളായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.